നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ എം വി ഗോവിന്ദൻ പറയുന്ന ഓരോ പ്രസ്താവനയും സർക്കാർ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ അത് അംഗീകരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. അത് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തെറ്റില്ല. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമല്ല ഇവിടെ വേണ്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കുഴപ്പമൊന്നുമില്ല, മറ്റ് ചില ഘടകങ്ങളായിരുന്നു. അതും വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണവും എല്ലാം ചേർന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പ്രതിരോധിക്കാനായിട്ട് സാധിച്ചില്ല തുടങ്ങിയ രീതിയിലത്തേക്കുള്ള തൊടുന്യായങ്ങൾ ഇറക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു മാർക്ക് ആൻ്റണി പ്രസംഗം കണക്കെയാണ് എന്ന്. നോക്കൂ, ഒരൊറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സമയത്തും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ക്യാപ്റ്റനാണ്, ആണല്ലോ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പെ പരാജയപ്പെടുകയും ആ പരാജയം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റന് പങ്കില്ല. ക്യാപ്റ്റൻ്റെ പ്രശ്നമല്ല, ഭരണത്തിൻ്റെ പ്രശ്നമല്ല. ജയിക്കുന്ന സമയത്തെല്ലാം തന്നെ അത് ഞങ്ങളുടെ നേട്ടമായി മാറുകയും പരാജയപ്പെടുന്ന സമയത്ത് അത് മറ്റുള്ള ഘടകങ്ങളുടെ, ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ, ഇവിടെയുള്ള ചില സാമുദായിക സംഘടനകളുടെ വർഗീയവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങളെ ആൾക്കാർ റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ തിരുത്തലുകളെ പറ്റി പറഞ്ഞു. ആരാണ് CPM-ൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ വരുത്തേണ്ടത്? ശ്രീ എം വി ഗോവിന്ദനാണോ? അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു വക്താവാണോ? മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു അംഗമാണോ? മുഖ്യമന്ത്രിയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ നമ്മുടെ പദാവലിക്ക് സംഭാവന ചെയ്തിരിക്കുന്ന രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്കിൻ്റെ പുതിയ ഡെഫിനിഷനാണ്. അത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പാർട്ടി ഗുണ്ടകൾ എങ്ങനെയാണ് സമാധാനപരമായി പ്രതിഷേധം നടത്തുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് അതിനെ എൻഡോഴ്സ് ചെയ്യുകയും തുടർന്നുള്ള പല പ്രസംഗങ്ങളിലും ആ രീതിയിലത്തേക്കാണ് ഇവിടെ പെരുമാറ്റം ഉണ്ടാകേണ്ടത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ ആഭ്യന്തരം കൈയാളുന്നത് എന്നുള്ളത് കൊണ്ട് ആൾക്കാർക്കുണ്ടാകുന്നത് ആശങ്കയാണ്. ഞാൻ ചോദിക്കട്ടെ, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ രീതിയിലത്തേക്കല്ല ഇവിടെ ആൾക്കാർ പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണോ ശ്രീ ഹസ്കർ പറയുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടാകും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM എന്ന് പറയുന്ന പാർട്ടി സംവിധാനത്തിനെ പറ്റി നോക്കിക്കോളൂ. വടകരയിൽ ശ്രീമതി KK ശൈലജയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപിടിച്ച പ്രചരണം നടത്തി. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിരുന്ന വളരെ തെറ്റായിട്ടുള്ള 2 സമീപനങ്ങൾ. ഒന്ന് കാഫിർ, 2 അവിടെ ഒരു വ്യാജ വീഡിയോ ഉണ്ട് എന്ന്. ആ വ്യാജ വീഡിയോ അങ്ങനെ ഉണ്ട് എന്നും അത് കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് അവിടെയുള്ള സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ൻ്റെ ചാനൽ ചർച്ചകളിൽ പോലും പങ്കെടുക്കുന്ന ഉന്നതരായിട്ടുള്ള വക്താക്കൾ വന്നിരുന്നിട്ടാണ് അവിടെ പത്രസമ്മേളനം നടത്തിയത്. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റി, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അത് ഷാഫിക്കോ രാഹുൽ മാങ്കൂട്ടത്തിലോ അറിയില്ലായിരുന്നു എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഒരു തെറ്റ് തിരുത്തലിന് ഇവർ തയ്യാറാകും എന്നാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന മറ്റൊരു വിഷയമാണ് സിദ്ധാർത്ഥൻ വിഷയം. ആ സിദ്ധാർത്ഥൻ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ നിലപാട് എന്താണ്, CPM-ൻ്റെ നയം എന്താണ്, CPM-ൻ്റെ എത്ര ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നു? ഇപ്പോൾ ഈ എല്ലാവരും പറയുന്നുണ്ട്, ശ്രീ ഗോവിന്ദൻ അടക്കം പറയുന്നുണ്ട്, ശ്രീ ഹസ്കർ അടക്കം പറയുന്നുണ്ട്, പെൻഷൻ വിതരണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നടത്താത്തത് കൊണ്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. ശരി, ഇപ്പോഴെങ്കിലും അതിനെപ്പറ്റി ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടതല്ലേ, അടിയന്തര സ്വഭാവത്തോടുകൂടി ഈ വിഷയം അവിടെ ചർച്ച ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് മന്ത്രി ബാലഗോപാൽ പറയുന്നത് എന്താണ്? അതിനൊരു അടിയന്തര സ്വഭാവമൊന്നുമില്ല, അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സ്വഭാവം ഈ വിഷയത്തിനില്ല എന്നാണ് പറയുന്നത്. പാർട്ടി അവരുടെ വീഴ്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി കണ്ടെത്തിയിരിക്കുന്ന വിഷയം സഭയിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നില്ല എന്ന നിലയ്ക്കാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇന്നവിറ്റബിളായിട്ടുള്ള നിങ്ങളുടെ ഒരു ന്യായം പറച്ചിൽ എന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഉൾക്കൊള്ളുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരെങ്കിലും അതിൽ ഉന്നതരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കൾ അവരുടെ ശൈലി മാറ്റത്തിനോ അല്ലെങ്കിൽ ആ വാക്ക് വേണ്ട തിരുത്തലിനോ തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM-നെ വിമർശിക്കുന്ന നിരീക്ഷകരെ അടക്കം ബഹിഷ്കരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് പാർട്ടിയെ വിമർശിക്കുന്ന, നേതൃത്വത്തിനെ വിമർശിക്കുന്ന ആൾക്കാരെ സംസ്ഥാന ഘടകത്തിലോ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സമിതിയിലോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്ന ഈ വിമർശനം മുഖത്തോട് മുഖമിരുന്ന് കേൾക്കാനായിട്ടുള്ള ഒരു സഹിഷ്ണുത ഇവിടെ നിന്നാണ് ഉണ്ടാവുക? ആ സഹിഷ്ണുതയുള്ള നേതാക്കളാരും ഇന്നത്തെ പാർട്ടിയിലില്ല. അങ്ങനെയുള്ള സഹിഷ്ണുതയുള്ള നേതാക്കൾ ആ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിരുന്ന പല ആൾക്കാരും ഇന്ന് പാർട്ടിയുടെ പല കീഴ്ഘടകങ്ങളിലും പ്രവർത്തിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആലപ്പുഴയിലുള്ള ശ്രീ G. സുധാകരനെ നമുക്ക് ആർക്കും അറിയാത്തതല്ലോ അദ്ദേഹത്തിന്. അദ്ദേഹം ഈ പാർട്ടിക്ക് നടത്തിയിരിക്കുന്ന സംഭാവനകളെപ്പറ്റി, മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം എത്രത്തോളം അഴിമതി വിരുദ്ധനാണ്, അഴിമതി രാഹിത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന കാര്യത്തിൽ കോൺഗ്രസിന് പോലും എതിരഭിപ്രായമില്ലല്ലോ.
അദ്ദേഹം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് എത്രത്തോളം താല്പര്യമാണ് ഉണ്ടായത്? പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നൊക്കെ അദ്ദേഹത്തിനെ ആൾക്കാർ വിളിക്കുന്ന സമയത്ത് ഈ പാർട്ടിയുടെ എത്ര നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇത് അനാവശ്യമായിട്ടുള്ള പ്രസ്താവനയാണ്, അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിമർശനം ആരുടെ മുഖത്ത് നോക്കി പറയണം എന്നുള്ളതിനെപ്പറ്റി ഈ ഭജന സംഘത്തിന് അറിയാം. അതുകൊണ്ട് അവരത് പറയും. മറ്റുള്ള സ്ഥലത്ത് ഇവർക്ക് പറയാനായിട്ട് ഇവർക്ക് നാക്ക് പൊങ്ങില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പാർട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.